തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചുവെന്ന ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. മരിച്ച വിസ്മീറിന്റെ കുടുംബം ഇന്ന് മുഖ്യമന്ത്രിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസറിനും പരാതി നൽകും. ശ്വാസ തടസ്സത്തെ തുടർന്ന് വിളപ്പിൽശാല ആശുപത്രിയിൽ എത്തിച്ച വിസ്മീറിന് പ്രാഥമിക ചികിത്സ പോലും നൽകിയില്ല എന്നാണ് പരാതി. മേഘന മുരളി തിരുവനന്തപുരത്ത് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. മേഘന, നമുക്ക് ഈ പരാതി ആഴത്തിൽ അന്വേഷിക്കാൻ കഴിഞ്ഞോ? ഇന്നലെ 24 പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ് വെളുപ്പിൽശാല സർക്കാർ ആശുപത്രിക്കെതിരായിട്ടുള്ള ഈ ചികിത്സാ നിഷേധം ആരോപണം. ഇന്നലെ വീട്ടിലെത്തി കുടുംബത്തിലെത്തി ഭാര്യയുമായി അടക്കം നേരിട്ട് സംസാരിച്ചതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 19-ാം തീയതിയാണ് ശ്വാസതടസ്സം മൂലം ബിസ്മിർ, സ്വിഗ്ഗി ജീവനക്കാരനായ ബിസ്മിർ മരിക്കുന്നത്. അതിനുശേഷം ആദ്യം ഈ ശ്വാസതടസ്സം ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള കിലോമീറ്റർ ഇപ്പുറത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രമായിട്ടുള്ള ഈ സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുന്നു. പക്ഷെ അവിടെ നിന്ന് പ്രാഥമിക ചികിത്സ നൽകിയിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതിയായി വരുന്നത്. അവിടെ ഓക്സിജൻ നൽകാൻ തയ്യാറായില്ല, അതുപോലെ തന്നെ CPR അല്ലെങ്കിൽ ഒരു ശ്വാസതടസ്സം ഉണ്ടാകുന്ന രോഗിക്ക് നൽകേണ്ട നെബുലൈസേഷനോ നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി. പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ജനുവരി 19 തന്നെ എത്തിക്കുന്നു. പക്ഷേ 20 മിനിറ്റ് മുന്നേ രോഗിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കുടുംബത്തിന് ലഭിച്ച വിവരം എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ ആ കുടുംബത്തിലേക്ക് എത്തുമ്പോൾ അവർ പറയുന്നത് അവരുടെ ഏക ആശ്രയം, അതുപോലെ തന്നെ 2 കുഞ്ഞുങ്ങളാണ് ബിസ്മീറിനുള്ളത്, അവർ അനാഥരായി എന്നുള്ളതാണ്. അത് ഈ ആശുപത്രിയുടെ ചികിത്സാ പിഴവ് കൊണ്ട് അല്ലെങ്കിൽ ചികിത്സാ നിഷേധം കൊണ്ടാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗേറ്റ് തുറക്കാൻ തയ്യാറായില്ല. ഇത്തരം അടിയന്തര സാഹചര്യത്തിൽ രോഗി എത്തിയിട്ടും സമയം കഴിഞ്ഞാണ് ഈ ഗേറ്റ് തുറക്കാൻ പോലും തയ്യാറായത് എന്നുള്ളതാണ് പ്രധാനമായും ഈ കുടുംബം പറയുന്നത്. എന്നാൽ ആശുപത്രിയുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഗേറ്റ് തുറക്കാത്തത് പട്ടി, അതായത് തെരുവുനായ ശല്യം ഉള്ളത് കൊണ്ടാണ് ഗേറ്റ് പൂട്ടിയിടുന്നത് എന്നുള്ളതാണ് ആശുപത്രിയുടെ ഒരു വിശദീകരണമായി പറയുന്നത്. അതുപോലെ തന്നെ സാധ്യമായതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ആശുപത്രിയുടെ വിശദീകരണമായി പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കുടുംബം ഈ ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടത് ആശുപത്രിയുടെ ഒരു കൃത്യമായിട്ടുള്ള പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. നേരത്തെ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. അതുപോലെ തന്നെ ഇന്ന് ആരോഗ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി ജില്ലയിലുണ്ട്. ആരോഗ്യമന്ത്രിയെയും നേരിൽ കാണാനുള്ള ശ്രമമാണ് ഇപ്പോൾ കുടുംബം നടത്തുന്നത്. അതിൽ ഈ നീതി വേണം, ഇനി ആർക്കും ഈ ഒരു അവസ്ഥ സംഭവിക്കരുത് എന്നുള്ളതാണ് കുടുംബവും അതുപോലെ തന്നെ ഈ വിസ്മൃത സഹോദരനും ഭാര്യയും അടക്കമുള്ളവർ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.